ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ക്രിസ്മസ് ആശംസകൾ. ഇന്നൊരു പായസം റെസിപ്പിയാണ്. ഒരു ഏത്തപ്പഴ പ്രഥമനാണ് ഇന്ന് കാണിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണിത്. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നല്ല പഴുത്ത നേന്ത്രപ്പഴം 1 കിലോ പുഴുങ്ങിയെടുത്തതാണ്. ഞാനിപ്പോൾ ഇത് മൈക്രോവേവിലാണ് പുഴുങ്ങിയത്. എങ്ങനെ പുഴുങ്ങിയെടുത്താലും മതി. 300 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ജാഗ്രി പൗഡറാണ് എടുത്തത്. അതൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് ഉരുക്കിയെടുക്കാം. എന്തെങ്കിലുമൊക്കെ കല്ലൊക്കെ ഉണ്ടാവും, അതുകൊണ്ടാണ് ഒന്നും കൂടെ ഉരുക്കിയെടുക്കുന്നത്. പഴം ഞാൻ പുഴുങ്ങിയതിന് ശേഷം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒരടി കട്ടിയുള്ള പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പശു നെയ്യ് തന്നെ എടുക്കണം. അതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള പഴം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 2-3 മിനിറ്റൊക്കെ നമ്മൾ ഇളക്കി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. പക്ഷേ ഉണ്ടാക്കാൻ കുറച്ചൊരു പണിയുണ്ട്. കുറച്ചൊരു വഴറ്റലും കുറച്ച് നേരം ഒരു ഇളക്കുന്ന പണിയൊക്കെ ഉണ്ടാവും. പക്ഷേ ടേസ്റ്റ് സൂപ്പറാണ്. അതിലേക്ക് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. 300 ഗ്രാം ശർക്കര 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുത്തതാണ്. ഈ 1 കിലോയിലേക്ക് ഈ ഒരു മധുരം കണക്കാണ്. ഇതിലും മരത്തിനും കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് ശർക്കരൻ്റെ അളവ് കൂട്ടിയെടുത്താൽ മതി. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതും നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മൾ ബനാന ഹൽവ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ കുറച്ച് നേരം നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നന്നായിട്ട് വഴണ്ടി വന്നതിന് ശേഷമാണ് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. ഞാനൊരു വലിയ തേങ്ങൻ്റെ 2ാം പാലും 1ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് വീണ്ടും നമുക്ക് വഴറ്റി കൊടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റിയാലാണ് പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നന്നായിട്ട് വരട്ടിയെടുക്കണം. നല്ല പഴുത്ത് കറുത്ത പഴമായാൽ ഏറ്റവും നല്ലത്. അങ്ങനത്തെ പഴം എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 2.25 കപ്പ് 2ാം പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ കോക്കനട്ട് മിൽക്ക് പൗഡർ വെച്ചിട്ട് കലക്കി ഉണ്ടാക്കിയാലും മതി. എങ്ങനെയാണോ സൗകര്യം അങ്ങനെ ഉണ്ടാക്കാം. ഫ്രഷ് തേങ്ങേൻ്റെ പാലാകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റാണ്. ഇത് നന്നായിട്ട് യോജിപ്പിച്ച് ഈ പാലൊക്കെ നന്നായിട്ട് പഴത്തിലേക്ക് ചേർന്ന് കുറുക്കി വരുന്നവരെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കണ്ട. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈസി ബനാന ഹൽവൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. കുറച്ച് നേരം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. പാലൊക്കെ നന്നായിട്ട് യോജിപ്പിച്ച് കളറൊക്കെ കുറച്ച് ചേഞ്ചായി വന്നിട്ടില്ലേ, അതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/2 ടീസ്പൂൺ ചുക്ക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഏലക്കാപ്പൊടിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ നല്ലോണം കിട്ടുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. സൈഡിൽ നിന്നൊക്കെ ഇട്ട് കൊടുക്കണം. അതിലേക്ക് 1 പിഞ്ച് സോൾട്ട് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ടേസ്റ്റ് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി വീണ്ടും കുറച്ച് നേരം കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ബബിൾസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ബബിൾസ് നന്നായിട്ട് വരുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയുള്ള പാൽ തന്നെ എടുക്കണം. 1ാം പാൽ 2 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് അടിച്ചെടുത്താൽ മതി. അപ്പം നല്ല കട്ടിയുള്ള പാൽ തന്നെ കിട്ടും. കുറച്ച് ചൂടുവെള്ളം ചേർത്തിട്ടാണ് ഞാൻ അടിച്ചെടുത്തിട്ടുള്ളത്. 1ാം പാലിൻ്റെ ആദ്യത്തെ കപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 2ാമത്തെ കപ്പും ഒഴിച്ചു കൊടുക്കാം. ഒരുമിച്ച് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇളക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് 2 പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുത്തത്. നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. ഇനി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് യോജിച്ചതിന് ശേഷം നന്നായിട്ടിങ്ങനെ ആവി മേലെ വരുന്ന ഒരു സമയമാവും. ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. പായസം റെഡി ആയിട്ടുണ്ട്.
ആവി വന്നു കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് അടുപ്പത്തുനിന്ന് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ആവി നന്നായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് നെയ്യിൽ മൂപ്പിച്ചെടുക്കാം. തേങ്ങാക്കൊത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ മാത്രമേ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാവൂ. രണ്ടും കൂടി ഒരുമിച്ച് ചേർക്കരുത്. തേങ്ങാക്കൊത്തിന് കുറച്ചധികം വേവുണ്ടാവും. മൂത്ത് വരാൻ കുറച്ച് സമയമെടുക്കും. പകുതി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ നെയ്യോടുകൂടി തന്നെ നമുക്ക് നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടിപൊളി പായസമാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരെന്തായാലും ചെയ്ത് നോക്കണം. പഴുത്ത പഴമൊക്കെ എപ്പോഴും ബാക്കിയാവുന്ന സമയത്തൊക്കെ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു പായസമാണ്. കുറച്ച് തണുത്തതിന് ശേഷം മാത്രം സെർവ് ചെയ്യുക. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. 2 ഗ്ലാസ്സിലേക്ക് ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.